ഹലോ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരിയിലേക്കാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ യാത്ര. പോകുന്നത് നമ്മുടെ അംബാനിയുടെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ ആയതുകൊണ്ട് തന്നെ എനിക്കറിയില്ല, ഞാനല്ല ഇപ്പോഴും ഇതികടെ പോകുമ്പോൾ ആ ഒരു വീട്ടിലേക്ക് വായും പൊളിച്ച് നോക്കിയിരിക്കും. അതെന്തുകൊണ്ടാണ് റീസൺ കാര്യങ്ങളൊന്നും എനിക്ക് ഇതുവരെ അറിയില്ല കേട്ടോ. ആ ഒരു ഏരിയ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ആ വീട് കണ്ടില്ലെങ്കിൽ ഭയങ്കര മനസ്സമാധാനക്കേടാ. അതെന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ ആ വീടിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ളത് ത്വരയെന്നൊക്കെ പറയില്ലേ, അതൊക്കെ തന്നെ ആയിരിക്കാം. വായി നോക്കിയും തണ്ടി തിരിഞ്ഞും റൂട്ട് മാപ്പൊക്കെ ഇട്ട് അവസാനം ധാരാവിയിലെത്തിയിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ അകത്തേക്ക് എൻ്റർ ചെയ്യാൻ പോയില്ല. ഔട്ട്സൈഡ് ഫുള്ള് ഞാൻ ഒന്ന് കറങ്ങി നോക്കി എന്താണ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ധാരാവി എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് എല്ലാവരെ പോലെ തന്നെ ആദ്യം ഓടിയെത്തുന്നത് നമ്മുടെ കൊച്ചിൻ കനീഫയുടെ ആ ഒരു ഡയലോഗും പിന്നെ നമ്മുടെ ആറാം തമ്പുരാൻ സിനിമയാണ് കേട്ടോ. ഇതിനേക്കാളൊക്കെ അപ്പുറം എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു സിനിമയുണ്ട്, ഒരു ഹിന്ദി മൂവി, സ്ലം ഡോഗ് മില്യണർ. ആ ഒരു മൂവി കണ്ടവർക്ക് മനസ്സിലാവും ഇതിൻ്റെ അകത്ത് എങ്ങനെയൊക്കെയാണ്, ഇതിൻ്റെ അകത്ത് സ്ട്രക്ചർ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. സോ ആ ഒരു മൂവി കണ്ട എക്സ്പെക്റ്റേഷനിൽ തന്നെയാണ് ഞാൻ അകത്തേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി പോകുന്നത്. മുംബൈയിലെ വെസ്റ്റേൺ സെൻട്രൽ റെയിൽവേ പാതയുടെ ഇടയിലായിട്ടാട്ടോ ഈ ധാരാവി എന്ന് പറയുന്ന ഈ ഒരു ഏരിയ വരുന്നത്. ഞാൻ ആദ്യം തന്നെ അതിൻ്റെ അകത്തേക്ക് എൻട്രി ചെയ്തത് മാർക്കറ്റ് ഏരിയയിലേക്കായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ അങ്ങോട്ടേക്ക് പോകെ തിരക്ക് കാര്യങ്ങൾ കൂടുന്നതല്ലാണ്ട് കുറയുന്നതായിട്ടൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ആൾക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ചും വണ്ടികളുടെ എണ്ണം കൂടുന്നതനുസരിച്ചും വെയിലും ചൂടും കൂടി ആയതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് തുമ്മലും ജലദോഷം പിടിച്ചു. പിന്നെ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഓവർ ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, നേരെ ഞാൻ അതിൻ്റെ അകത്തേക്ക് വെച്ച് പിടിച്ചു. അതായിരിക്കും എനിക്ക് നല്ലതെന്ന് മനസ്സിലായി. ആ ഒരു ബ്രിഡ്ജ് കയറിയിട്ട് നടന്ന് നീങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ആ ഒരു ചേരിയുടെ വ്യൂ നമുക്ക് കാണാനായിട്ട് പറ്റുമായിരുന്നേ. ഈ കാണുന്നതാണ് ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. ആ ഒരു ചേരിയോട് ചേർന്ന് തന്നെ ഒരു ഓട അല്ലെങ്കിൽ കാന എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും. ആ ഒരു വീടുകളിലെ കംപ്ലീറ്റ് വേസ്റ്റ് വെള്ളം കാര്യങ്ങളും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കും തുണികൾ കൊണ്ടും ആ ഒരു കാന ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുമെന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ പോകെ ഞാൻ കാണുന്ന കാഴ്ചകൾ ഇങ്ങനത്തെ ഉള്ളതൊക്കെയായിരുന്നേ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ആ കാണുന്ന ഷീറ്റ് ഇട്ടേക്കുന്ന ഓരോരോ റൂമില്ലേ, അത് റൂമുകളല്ല, ആ ഒരു ഒറ്റ റൂമാണ് ഇവരുടെ ഒരു വീടെന്ന് പറയുന്നത്. ഒരു മുറി തന്നെയാണ് ഈ കണ്ട ആൾക്കാരൊക്കെ താമസിക്കുന്നത്. ഒറ്റ മുറി ഒരു വീട്, അത്രയേ ഉള്ളൂ. അവരുടെ കോൺസെപ്റ്റ് അത്രയേ ഉള്ളൂ. അതായത് ഏകദേശം 10 ലക്ഷത്തിലധികം ആൾക്കാർ ഈ ഒരു ഏരിയയിൽ താമസിക്കുന്നുണ്ട്. അതായത് ഇവിടെ ഉള്ള ആൾക്കാരും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിൽ അന്വേഷിച്ച് വരുന്ന ആൾക്കാരും എല്ലാവരും തിങ്ങി പാർക്കുന്നത് ഈ ഒരു ഏരിയയിലാണേ. ഇതിൻ്റെ അകത്ത് തന്നെയായിട്ട് കുറേ വ്യവസായങ്ങളും കുറേ ഫാക്ടറീസ് കാര്യങ്ങളെല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ ഇത്. അതായത് ഇവരുടെ മെയിൻ ആയിട്ടുള്ള വ്യാപാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുണികളും പിന്നെ അതുപോലെ തന്നെ മൺപാത്രങ്ങളുടെ നിർമ്മാണങ്ങളില്ലേ, അതാണ്. അതുകൂടാതെ ഇപ്പോൾ റീസൈക്ലിങ്, പ്ലാസ്റ്റിക് റീസൈക്ലിങ്, ബാഗുകൾ, ട്രോളികൾ, അതുപോലെ തന്നെ ഓർണമെൻറ്റ്സ് കാര്യങ്ങൾ, എംബ്രോയ്ഡറി കാര്യങ്ങൾ, ഇതൊക്കെ ഇവിടെ നടന്നു വരുന്നുണ്ട് കേട്ടോ. ഏകദേശം 15,000 ഒക്ടോബർ ഫാക്ടറികളാണ് കേട്ടോ ഈ ഒരു ഏരിയയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒന്നിനും പുറത്തേക്ക് പോകേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ അവൈലബിൾ ആണ്. അവർ തൊഴിലെടുക്കുന്നതും ജീവിക്കുന്നതും താമസിക്കുന്നതും എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെയാണ്. അതുപോലെ തന്നെ എക്സ്പോർട്ടിങ് കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണെങ്കിലും അവർക്ക് തൊട്ടടുത്ത് തന്നെ റെയിൽവേ സൗകര്യങ്ങളൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഒന്നിനും പുറത്തേക്ക് പോകേണ്ട ആവശ്യം തന്നെ വരുന്നില്ല കേട്ടോ. അതായത് ഇതിൻ്റെ അകത്ത് തന്നെ എല്ലാം നടക്കും. ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ അടുത്തുള്ള സ്ട്രീറ്റിൽ പോയി നോക്കി അവിടെ എന്തൊക്കെയാണ് കാഴ്ചകൾ കാണാനുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവിടെ ഞാൻ ചെന്നപ്പോൾ എനിക്ക് കാണാനായിട്ട് പറ്റിയത് ഏറ്റവും കൂടുതൽ ഫുഡിൻ്റെ ആ ഒരു സ്ട്രീറ്റ് ഇല്ലേ, അതായിട്ടാണ് എനിക്ക് കാണാനായിട്ട് പറ്റിയത്. അവിടെ എത്തിയപ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ. അതായത് ദമ്മ് പൊട്ടിക്കണതിൻ്റെ മണമെന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഓപ്പണായിട്ടാണ് ബാർബർ ഷോപ്പ് കാര്യങ്ങളെല്ലാം. സോ നമുക്കത് ഫുഡ് കഴിക്കാനായിട്ടുള്ള ആ ഒരു ഇതൊന്നും നമുക്ക് കണ്ടാൽ തോന്നുമില്ല. പക്ഷെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ആ സൈഡിൽ കൂടെ സ്റ്റെയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സ്റ്റെയർ വഴിയാണ് അവർ മുകളിലത്തെ നിലയിലേക്ക് എത്തുന്നത്. പിന്നെ ഞാൻ അകത്തേക്കൊന്ന് എൻ്റർ ചെയ്ത് നോക്കിയിട്ടോ എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പോകുന്തോറും വഴിയുടെ ആ ഒരു വിഡ്ത്ത് എന്നൊക്കെ പറയില്ല, അതൊക്കെ ഭയങ്കര ഇടുങ്ങിയ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഈ കാണുന്ന വയറുകളൊക്കെയാണ് കേട്ടോ ഓരോരോ വീടുകളിലേക്ക് കറണ്ട് കേബിൾ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാനായിട്ടും പിന്നെ ഈ കാണുന്ന പൈപ്പ് വഴിയാണ് വെള്ളം കാര്യങ്ങളൊക്കെ ഓരോരോ വീടുകളിലേക്ക് എത്തുന്നത്. ഇവിടെ എത്ര ആൾക്കാർ ഈ ഒരു ഏരിയയിൽ ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം, ഓരോരോ ഡോറിൽ ഓരോരോ കർട്ടനിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ, അത് ഓരോ വീടുകളാണ്. ഈ ഓരോരോ റൂമിൽ തന്നെ ആയിട്ട് ഓരോരോ ഫാമിലീസ് നമ്മൾ ഏകദേശം മറ്റേ ഹോട്ടലിലൊക്കെ പോയി കാണില്ല അതുപോലെ തന്നെ. പക്ഷെ ആ റൂമിൻ്റെ അകത്ത് തന്നെയാണ് അവരുടെ കിച്ചണും കാര്യങ്ങളും എല്ലാം ആ റൂമിൻ്റെ അകത്ത് തന്നെയാണ് വരുന്നത്. പിന്നെ മുന്നോട്ട് പോകുന്തോറും സൈഡിൽ കൂടെയൊക്കെ കൈവഴികൾ എന്നൊക്കെ പറയില്ലേ,
അതേപോലെ ചെറിയ വഴികളൊക്കെ ഉണ്ട് കേട്ടോ. അത് വേറെ വീടുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അത്രയും വഴികൾ മാത്രമേ ഉള്ളൂ അവർക്ക്. എന്താ പറയുക, നമ്മളൊക്കെ നാട്ടിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല അയൽവക്കക്കാർ തമ്മിൽ, സ്ഥലത്തിനായിട്ടും വേസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അവരൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് എങ്ങനെ ജീവിക്കുന്നു പോലും ഞാൻ ആ സമയത്ത് നിന്ന് ചിന്തിച്ചു പോയായിരുന്നേ. പിന്നെ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തൊരു കാര്യമായിട്ട് ഹോസ്പിറ്റൽ കേസ് വന്നിട്ടുണ്ടെങ്കിൽ ഇവരെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു അത് പറഞ്ഞ് തിരിയലും ഈ ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. ആ ഒരു പ്രായം ചെന്ന വല്യമ്മനെ അവർ കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എമർജൻസി എന്ന രീതിയിൽ ഫ്രണ്ടിൽ പോകുന്ന ആൾ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകും. അപ്പോൾ അതിനനുസരിച്ച് ആൾക്കാർ വഴിമാറി കൊടുക്കും. ഞാൻ ആദ്യം കേട്ടപ്പോൾ പേടിച്ചു പോയി, എന്ത് സംഭവം എനിക്ക് മനസ്സിലായില്ല. പിന്നെ കണ്ടപ്പോഴാണ് കാര്യം ക്ലിക്കായത്. അകത്തേക്ക് കയറുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ സ്റ്റെയർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ മുകളിൽ കാണുന്ന ആ വീടിൻ്റെ അകത്തേക്ക്, അതായത് ആ റൂമിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ കാര്യങ്ങളാണ്. വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം സൈഡിൽ കൂടെ കുറേ പിള്ളേർ ഇങ്ങനെ നിരന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ഞാൻ സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുത്തായിരുന്നേ. പക്ഷേ ആദ്യം ആൾക്കാർ മേടിക്കാനായിട്ട് താല്പര്യം കാര്യങ്ങളൊന്നും കാണിച്ചില്ല കേട്ടോ. പിന്നെ ഞാൻ നിർബന്ധിച്ച് മേടിപ്പിക്കുകയാണ് ചെയ്തത്. എന്താ പറയുക, നമ്മളും പറയില്ലേ സ്ട്രേഞ്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഫുഡ് കാര്യങ്ങളൊന്നും മേടിക്കരുതെന്ന്. ആ ഒരു തോട്ടായിട്ടുണ്ടാവായിരിക്കും അവർക്ക്. പക്ഷെ ഞാൻ നിർബന്ധിച്ചപ്പോൾ അവർ മേടിച്ചു കേട്ടോ. അവിടെ നിന്ന് ഒരു ചെറിയ കൈവഴി കണ്ടിട്ട് ഞാൻ അതിൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കി അവിടെ എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടെയും വീടുകൾ തന്നെയായിരുന്നു. ഒരു ഗുഹയിലേക്ക് എത്തിപ്പെട്ട അവസ്ഥയായിരുന്നു എനിക്ക് അതിൻ്റെ അകത്തേക്ക് കയറിയപ്പം. കാരണം വേറെ ഒന്നുമല്ല, ലൈറ്റ് കാര്യങ്ങൾ അങ്ങോട്ടേക്ക് എത്തുന്ന പോലും ഉണ്ടായില്ല. ഭയങ്കര കൂരിരുട്ടെന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. മുന്നോട്ട് പോകുന്നോറും വഴികൾ തീർന്നു വിചാരിച്ച് ഞാൻ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയും. അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയും സൈഡിൽ കൂടെ വഴിയുണ്ട്, അതിലൂടെ പുറത്തേക്ക് പോകാമെന്ന് പറയും. അപ്പോൾ പോകുന്നോറും ഇതുപോലെ വീടുകളിലേക്ക് തന്നെയാണ് ചെന്നെത്തുന്നത്. പുറത്തേക്കുള്ള വഴി പോലും ചില സമയത്ത് ദിക്ക് കിട്ടു എന്നൊക്കെ പറയില്ലേ, അതേ രീതിയിൽ ഞാൻ അവിടെ ചില സമയത്ത് ചില സ്ഥലങ്ങളിലൊക്കെ എത്തിയപ്പോൾ സ്റ്റക്ക് ഓൺ ആയിട്ട് നിൽക്കുക. ഈ ഒരു ഏരിയ എത്തിയപ്പോൾ ഞാൻ ദൈവമേ വഴി തീർന്നു, ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പോലും അറിയാത്ത അവസ്ഥയായിരുന്നു. അന്നേരം ചോദിച്ചപ്പോഴാണ് ആ സൈഡിൽ കാണുന്ന വഴിയില്ലേ അതിലൂടെ പുറത്തേക്ക് പോകാമെന്ന് പറയുന്നത്. കാരണം പോകുന്നോറും അകത്തേക്കിടെ ഇങ്ങനെ ചെറിയ ചെറിയ വീടുകളും ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അവരെങ്ങനെയാണ് നമുക്ക് എങ്ങനെയൊക്കെയായാലും ഒരാവശ്യം ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് ഏത് രീതിയിലാണ് ഇറങ്ങാൻ പറ്റുന്നതെന്ന് യാതൊരു തരത്തിലുള്ള ഐഡിയ നമുക്ക് കിട്ടൂല കേട്ടോ. കാരണം എന്താ പറയുക, ഏകദേശം ഒരു ചുരുളിയിലൊക്കെ പെട്ടു എന്നൊക്കെ പറയില്ലേ, അതേ അവസ്ഥയായിരുന്നു എനിക്ക് അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ. കാരണം പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു വഴി കാര്യങ്ങളൊന്നും കാണാനായിട്ട് തന്നെ ഉണ്ടായില്ലായിരുന്നു കേട്ടോ. കുറേ നേരം ഞാൻ അതിക്കടെ അലഞ്ഞു തിരിഞ്ഞൊക്കെ നടന്നു കേട്ടോ. കാരണം പുറത്തേക്ക് പോകാനുള്ള വഴി കണ്ടുപിടിക്കണമല്ലോ. ഏകദേശം പെട്ടുപോയ അവസ്ഥയെന്ന് എനിക്ക് തോന്നിപ്പോയായിരുന്നു അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ. പിന്നെ അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാട്ടോ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവിടെ നിന്ന് നേരെ ഞാൻ വേറൊരു ഏരിയയിലേക്കായിട്ട് എത്തിപ്പെട്ടത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ആളുകളോട് സംസാരിച്ചപ്പോഴാണ് ആ ഏരിയയിലൊക്കെ ഒരുമാതിരിപ്പെട്ട ചെറുകിട വ്യവസായങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതായത് ഞാൻ എത്തിയ ഏരിയകളിലൊക്കെ തുണിയുടെ വ്യാപാരം, അതുപോലെ തന്നെ എംബ്രോയിഡറി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ബാഗുകളില്ലേ, ട്രോളി, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറി കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നേ. അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. എനിക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു അകത്ത് അവർ പാക്കിങ് ചെയ്യുന്നതും അവരുടെ അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ ഡിസ്പോസ് ചെയ്യുന്ന ആ ഒരു ഏരിയ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവരോട് ചോദിച്ചറിഞ്ഞ ഇൻഫർമേഷൻ അനുസരിച്ച് ഇവിടെ ഡിസ്പോസിങ് കാര്യങ്ങൾ മാത്രമാണ് നടക്കുന്നുള്ളൂ, റീസൈക്ലിംഗ് ഒന്നും ഇല്ല. ഡിസ്പോസ് ചെയ്ത ഈ ഒരു ഐറ്റംസ് കാര്യങ്ങളൊക്കെ അവർ റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് അയച്ചു കൊടുക്കും. പിന്നെ അവിടെ നിന്നാണ് റീസൈക്കിൾ ചെയ്ത ഓരോരോ പ്രൊഡക്റ്റായിട്ട് നമ്മുടെ കൈകളിൽ എത്തുന്നത്. ഈ ചാക്കുകളിലൊക്കെ കെട്ടി വെച്ചേക്കുന്നത് ഇതുപോലെ ഡിസ്പോസ് ചെയ്യാനുള്ള ഐറ്റംസ് ആയിരുന്നു കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ ഓരോരോ പ്ലാസ്റ്റിക് ഇങ്ങനെ ഡിസ്പോസ് ചെയ്ത് ഓരോരോ പീസ് ആക്കിയിട്ട് അവിടെ നിന്ന് അത് അയച്ചു കൊടുക്കും റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ഫുഡ് ഐറ്റംസ് മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ബോക്സ് കാര്യങ്ങളില്ലേ, അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ ബോട്ടിലിൻ്റെ അതായത് കുപ്പികൾ, പ്ലാസ്റ്റിക് കുപ്പികൾ കാര്യങ്ങളൊക്കെ ഇവർ കളക്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഡിസ്പോസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അത് റീസൈക്ലിങ്ങിന് വേണ്ടിയിട്ട് അയച്ചു കൊടുക്കും. ഇതാണ് ഇവിടെ നടക്കുന്ന രീതികൾ കാര്യങ്ങളൊക്കെ. പിന്നെ അതുമാത്രമല്ല അവിടെ ഡ്രസ്സിൻ്റെ വേറെ ഫാക്ടറി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അതായത് ആണുങ്ങളുടെ ഷർട്ടിൻ്റെയും ടീഷർട്ടിൻ്റെ ഒക്കെ ആ ഒരു ഫാക്ടറി കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് താഴെ കട്ടിങ്ങും മേളിൽ സ്റ്റിച്ചിങ് കാര്യങ്ങളും പാക്കിംഗ് ഒക്കെ നടക്കുന്ന ആ ഒരു ഏരിയ കാര്യങ്ങളൊക്കെ കാണാൻ. അത് കഴിഞ്ഞ് ഞാൻ പോയ ഒരു ഏരിയ കേട്ടോ തേവർ നഗർ എന്ന് പറയുന്നത്. അതായത് തമിഴ്നാട്ടുകാരുടെ മാത്രമായിട്ട് ഒരു ഏരിയ ഉണ്ട് ധാരാവിയിൽ. ആ ഒരു ഏരിയയിലേക്ക് കേട്ടോ ഞാൻ പിന്നീട് പോയി. അവിടെ ഞാൻ എത്തിയപ്പോൾ ആദ്യം കണ്ടതുപോലെ അത്ര വലിയ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയകളൊന്നും ആയിരുന്നില്ല. അത്യാവശ്യം സ്ഥലങ്ങളും സൗകര്യങ്ങളുള്ള ഏരിയകൾ തന്നെയായിരുന്നേ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ചില ആളുകളൊന്നും വീഡിയോ എടുക്കാനൊന്നും സമ്മതിച്ചില്ല കേട്ടോ. ചിലവരൊക്കെ ഭയങ്കര റൂഡായിട്ടൊക്കെ സംസാരിക്കുന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ അവിടെ ചെന്നപ്പോൾ തന്നെ ഭയങ്കര പോസിറ്റിവിറ്റി തോന്നിയത് ഇതുപോലെ തന്നെ രാവിലെ തന്നെ അവർ കോലം കാര്യങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു അക്കനെ പരിചയപ്പെട്ടായിരുന്നു കേട്ടോ. പുള്ളിക്കാരുടെ വീഡിയോ കാര്യങ്ങളൊന്നും ഞാൻ എടുക്കാണ്ട് നിന്നില്ല. ആ പുള്ളിക്കാരി പറഞ്ഞ ഇൻഫർമേഷൻ അനുസരിച്ച് പുള്ളിക്കാരി ഏകദേശം 12 വർഷമായിട്ട് തന്നെ ഇവിടെ ജീവിച്ച് വരുന്ന ഒരാളായിരുന്നേ.
അതായത് മാരേജിന് ശേഷം ഹസ്ബൻഡിനോടൊപ്പം ഇവിടെയാണ് കേട്ടോ പുള്ളിക്കാരി സെറ്റിൽഡ് ആയത്. അവിടെ ഒരു ചെറിയ ഫാക്ടറിയിലാണ് പുള്ളിക്കാരി വർക്ക് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ആളുകളും ഇതേ രീതിയിൽ തന്നെയാണ് ഇവിടെ സെറ്റിൽഡ് ആയത്. അതായത് ചെറിയ വരുമാനം കിട്ടുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ തൊഴിൽ തേടി വരുന്ന ആൾക്കാർക്കും ജോലി തേടി വരുന്ന ആൾക്കാർക്കും ഒരു അഭയം എന്ന രീതിയിലാണ് കേട്ടോ ധാരാവി ഇവിടെ നിലനിൽക്കുന്നത്. കാരണം ആ ഒരു ഏരിയയിൽ ജീവിക്കാൻ അവർക്ക് ആ ഒരു ചെറിയ വരുമാനം മാത്രം മതി എന്ന രീതിയിലാണ്. ആ ഒരു ജീവിതത്തിൽ അവർ ഓക്കെ ആണെന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ എനിക്കവിടെ കാണാനായിട്ട് കഴിഞ്ഞത്. പിന്നെ ഇവിടെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് കുടിവെള്ളത്തിൻ്റെ ഇത് തന്നെയാണ് കേട്ടോ. കുടിവെള്ളം, അതുപോലെ തന്നെ മോശപ്പെട്ട രീതിയിലുള്ള ഡ്രെയിനേജ് സംവിധാനം. ഈ ഒരു അവസ്ഥയാണെങ്കിൽ മഴക്കാലം ആകുമ്പോഴേക്കും നമുക്കറിയാലോ അവരുടെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ ഇവിടെ കണ്ടതിൽ എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ബാത്റൂം ഫെസിലിറ്റീസ് കാര്യങ്ങൾ, ടോയ്ലറ്റ് ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെയാണ്. കാരണം ഇവരെല്ലാവരും യൂസ് ചെയ്യുന്നത് കോമൺ ആയിട്ടുള്ളൊരു ടോയ്ലറ്റാണ്. അതായത് ആ ഒരു ഏരിയയിൽ എല്ലാവരും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ ഏകദേശം അവിടെ ഏത് രീതിയിലാണ് അസുഖങ്ങളൊക്കെ പിടിപെടുന്നതെന്നുള്ളത്. ടോയ്ലറ്റ് ഫെസിലിറ്റീസ് കാര്യങ്ങൾ കുറവായതുകൊണ്ട് തന്നെ അവരടുത്തുള്ള നദികളും അതുപോലെ തന്നെ അവിടുത്തെ ജലസ്രോതസ്സുകളൊക്കെയാണ് അവർ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അറ്റ് എ ടൈം, അതായത് ഒരേ സമയത്ത് തന്നെയാണ് അവിടെ എയർ പൊല്യൂഷനും വാട്ടർ പൊല്യൂഷനും ഒക്കെ നടക്കുന്നത് കേട്ടോ. അതവർ കൂടുതൽ എന്താ പറയുക, രോഗങ്ങളിലേക്ക് കൊണ്ടിടുന്നൊക്കെ പറയില്ലേ, ചവിട്ടി താഴ്ത്തു എന്നൊക്കെ പറയില്ല, ആ ഒരു അവസ്ഥയാണ്. പിന്നെ എനിക്ക് അവിടെ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ ഇറച്ചി വെട്ടുന്ന ആ ഒരു കടകളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ അല്ലാട്ടോ ആ വഴിയുടെ സൈഡിൽ വെച്ച് തന്നെയാണ് ഇതൊക്കെ പീസാക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും. അപ്പോൾ ആ ഒരു ഏരിയ കംപ്ലീറ്റ് ബ്ലഡിലൊക്കെ കുളിച്ച് കിടക്കുമെന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയാണ് ഞാൻ കണ്ടത്. എൻ്റെ അമ്മ, ഞാൻ അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഏത് വഴി ഓടേണ്ടെന്നുള്ളൊരു അവസ്ഥയായിപ്പോൾ എനിക്കത് കണ്ടു കഴിഞ്ഞപ്പോൾ. കാരണം വേറെ ഒന്നുമല്ല കേട്ടോ, ചോര കണ്ടാൽ ഞാൻ തല ഇറങ്ങും, ആ ഒരു മെൻറ്റാലിറ്റി ഉള്ള ആളാണ് ഞാൻ. അങ്ങനെയുള്ള ഞാൻ ആ ഒരു കാഴ്ച കണ്ടാൽ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഞാൻ ഏത് വഴി ഓടിപ്പോകണം എന്ന രീതിയിലായിരുന്നു ഞാൻ അവിടെ നിന്നത്. പിന്നെ ഞാൻ ആ ഏരിയയിൽ ഒരു നിമിഷം പോലും നിൽക്കാനായിട്ട് ഞാൻ നിന്നില്ല കേട്ടോ. കാരണം എനിക്ക് എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ആയാൽ മതി, ആ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു. അതുപോലത്തെ കാഴ്ച ഞാൻ കണ്ടത്. എൻ്റെ മനസ്സിൽ നിന്ന് ആ ഒരു കാഴ്ച ഇപ്പോഴും പോകില്ലെന്നൊക്കെ പറയില്ലേ, അങ്ങനെയായിരുന്നു. പിന്നെ അവിടുന്ന് ചാടി ഇറങ്ങി ഓടി നമ്മുടെ മെയിൻ മാർക്കറ്റിൽ തന്നെ വീണ്ടും കറങ്ങി പിടിച്ച് എത്തി കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ എത്രയും പെട്ടെന്ന് പോകണം ആ ഒരു മെൻറ്റാലിറ്റി തന്നെ ആയതുകൊണ്ട് ഞാൻ പിന്നെ അധികം നേരമൊന്നും വീഡിയോ എടുക്കാനായിട്ട് ഞാൻ അവിടെ നിന്നില്ല. പിന്നെ പോകുന്ന വഴിക്കാണെങ്കിലും ഞാൻ ജസ്റ്റ് അവരുടെ മെയിൻ മാർക്കറ്റിൽ ഇറങ്ങി എല്ലാത്തിൻ്റെ സാധനങ്ങളിലൊക്കെ റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ട്, അതായത് എല്ലാ സാധനങ്ങളുടെ റേറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ എന്താ പറയുക, ഭയങ്കര വിലക്കുറവെന്നൊക്കെ പറയില്ലേ, അതായിട്ട് എനിക്ക് അവിടെ കാണാനായിട്ട് കഴിഞ്ഞത്. ശരിക്കും ചീപ്പായിട്ടുള്ളൊരു റേറ്റിൽ അവിടെ എല്ലാ സാധനങ്ങളും നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ മെയിൻ റോഡ് എത്തിയിട്ടും ഞാൻ വീഡിയോ എന്തായാലും സ്റ്റോപ്പ് ചെയ്തില്ല. കാരണം റോഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഇൻ്റർവ്യൂ ആട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഏതെങ്കിലും ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ മേളിൽ കയറി നിന്നിട്ട് ആ കംപ്ലീറ്റ് ധാരാവിയുടെ ഒരു വ്യൂ കാര്യങ്ങൾ എടുത്ത് കാണിക്കണം എന്നുള്ളത്. പക്ഷേ എനിക്കതിന് പറ്റിയില്ല. കാരണം എനിക്ക് അങ്ങനെ പരിചയത്തിലുള്ള ആരും ആ ഒരു ഏരിയയിൽ ഉണ്ടായില്ല. പക്ഷേ റോഡിൽ നിന്നുള്ളൊരു ഇൻ്റർവ്യൂ ആട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.